ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചമ്പക്കുളത്ത് വള്ളംകളി കാണാൻ വേണ്ടിയിട്ടാണ്. ആമിക്കുട്ടിയായിട്ട് ഇത് 3ാമത്തെ പ്രാവശ്യമായിട്ടാണ് വരുന്നത്. ഞാനൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് ഞാനിങ്ങനെ വള്ളംകളി കാണാനൊന്നും വരത്തില്ലായിരുന്നു. പിന്നെ കുറച്ചും കൂടെ ഒക്കെ ആയി എൻ്റെ ഫ്രണ്ട്സ്, ഞാനിവിടെ ചമ്പക്കുളം സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയപ്പം ക്രിസ്റ്റിയുടെ കാണാൻ എൻ്റെ കൂട്ടുകാരി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു, അവളെ കാണാനും അവളുമായിട്ട് ഇങ്ങനെ വൈബ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഞാൻ ചമ്പക്കുളം വള്ളംകളിക്ക് വരുന്നത്. അതിന് ശേഷം വരുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞ് ആമിക്കുട്ടി ആയതിന് ശേഷമാണ്. പൊളി വൈബായിരുന്നു. അങ്ങനെ വള്ളംകളിയുടെ ട്രയലൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പേരെൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കുറച്ച് കോപ്രായങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ പിള്ളേർക്ക് നമ്മൾ ഊത്തൊക്കെ മേടിച്ചു കൊടുത്തു. അവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ട. അവരത് ഊതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വള്ളംകളി അവിടെ നല്ല സൂപ്പറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇക്കരയ്ക്ക് നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകളുടെ കരച്ചിലാണ് ഗൈസ്. എല്ലാവർക്കും വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്ക് തുടങ്ങിയായിരുന്നു. എനിക്കത് കാണുകയും വേണം. കാരണം നമ്മൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ഇവിടോട്ട് വരുന്നത്. അപ്പോൾ ഇത് കാണാൻ പറ്റാഴിക ഒരു ഇച്ചിരി വിഷമമുള്ള കാര്യമാണ്. ഞാനെന്തെടുത്ത് ഇവർക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ സെറ്റാക്കി വെച്ച് അങ്ങനെ ഞങ്ങൾ വീണ്ടും വള്ളംകളി കാണാൻ വേണ്ടി ഇരുന്നു. അവിടെ മുഖഭാവം ശ്രദ്ധിച്ചാലറിയാം അവൾക്ക് തീരെ താല്പര്യമില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്രാവശ്യം അച്ഛനില്ലാത്തതുകൊണ്ട്, അച്ഛനാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ വള്ളമൊക്കെ പോകുമ്പോൾ ഭയങ്കര വൈബിങ് ആയിരുന്നു. ആർപ്പോ ഈറോ ഒക്കെ പറഞ്ഞ്. ഞങ്ങൾക്കൊക്കെ പിന്നെ അത്ര റേഞ്ചൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രം വരുന്നത്. ഇവർക്കൊക്കെ അല്ല വള്ളംകളി രക്തത്തെ അലിഞ്ഞിട്ടുള്ളത്. എനിക്കങ്ങനെ അലിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ എനിക്കത് കാണാൻ വരാൻ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ലാസ്റ്റ് വേണ്ട വള്ളംകളി കാണണ്ട, നമുക്ക് വീട്ടിൽ പോകാൻ പറഞ്ഞതിൻ്റെ സന്തോഷമാണ്. പിന്നെ ഞാൻ അവളെ കൊണ്ട് പിന്നെ അല്ലൂട്ടിയായിട്ട് പോയി ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തു. ഐസ്ക്രീമൊക്കെ കിട്ടിയപ്പോൾ പിന്നെ കുറച്ച് നേരത്തേക്ക് പിന്നെ അടങ്ങിയൊക്കെ ഇരുന്നു. പിന്നെ അവരവരുടെ ഇഷ്ടത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമായിരുന്നു കുറച്ച് നേരമൊക്കെ. എൻ്റെ ചേട്ടനൊക്കെ വെള്ളത്തിൽ മുങ്ങി കിടക്കുമായിരുന്നു കേട്ടോ. കുറേ മുമ്പ് വരുന്നതുകൊണ്ട്. ഇപ്പോൾ അവൻ ആദ്യം കരയുന്ന കണ്ടപ്പോൾ അവന് എഴുന്നേറ്റിങ്ങി വന്ന് വെള്ളത്തിൽ നിന്ന് കയറി വന്ന്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അമ്മ തുഴഞ്ഞ വെള്ളം മുങ്ങിയായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം അമ്മയൊന്നും വെള്ളം തുഴയുന്നില്ലായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് മഴയൊക്കെ പെയ്ത് ഒരു മടുപ്പൊരു വള്ളംകളിയായിരുന്നു ഇപ്രാവശ്യത്തെ. അങ്ങനെ ഇവന്മാരുടെ വള്ളവും കൂടെ കണ്ടതിന് ശേഷം നമ്മൾ ഫൈനൽ കാണാൻ നിന്നില്ല. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അപ്പം ഓക്കെ, ബൈ ബൈ, സീ യു.